ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇതുവരെ ലൈവിൽ വന്ന് സംസാരിച്ചിട്ടില്ല. 2025 ഈ കഴിയുന്നവരുടെയിൽ നിങ്ങളുമായി ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവെക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലൈവിൽ വന്നത്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ വർഷം തീരുവാൻ. ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പറയണമെന്ന വലിയ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ചികിത്സാ രംഗത്ത് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നൊരു മേഖലയാണ് അസുഖം വന്നിട്ടുള്ള ചികിത്സ. കോർപ്പറേറ്റുകൾ, അമേരിക്കയിലുള്ള പല കമ്പനികളും നമ്മളെ ഗുഡ്വിയിലുള്ള പല ഹോസ്പിറ്റലുകളും ഇന്ന് വില കൊടുത്ത് വാങ്ങിയവയോ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ചികിത്സാ രീതിയൊക്കെ പഴയ പോലെയല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങളും കോടികളാണ് ഇന്ന് ആരോഗ്യ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നത്. പലരുടെയും കിടപ്പാടം തന്നെ വിറ്റുകൊണ്ടാണ് ഇന്ന് ചികിത്സ നടത്തേണ്ടി വരിക. അല്ലെങ്കിൽ നമുക്കറിയാം, ചികിത്സാ കമ്മിറ്റികളാണ് നാട് നീളെ വരുന്നത്. അപ്പോൾ അത്ര ആളുകളെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവ് ഇടാൻ കാരണം. നിങ്ങൾക്കറിയാം, ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്ത് ഞാൻ 10-21 വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. 10-12ഓളം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പല കമ്പനിയിലും എന്നെ സംബന്ധിച്ചിടത്തോളം പല പ്രൊഡക്റ്റുകളും, നല്ല നല്ല പ്രൊഡക്റ്റുകളും ഞാൻ വിൽപ്പന നടത്താറുണ്ട്. ഒരു കമ്പനിയിൽ മാത്രം നമ്മൾ വിൽപ്പന നടത്തുമ്പോൾ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ മറ്റ് പല പല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല പ്രൊഡക്റ്റുകളും ഇന്ന് നാട്ടിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അത്തരമൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ലിബർട്ടി ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് 1000 രൂപയ്ക്ക് 1 കോടി രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനങ്ങനെ കുറേ പ്രൊഡക്റ്റ് ഞാൻ വിറ്റിട്ടുണ്ട്. 1000 രൂപ കൊടുത്തിട്ട് 1 കോടി രൂപയുടെ കവറേജ് അസുഖം വന്നപ്പോൾ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും. ആ ഒരു ഇൻസിഡൻ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു കസ്റ്റമർക്ക് ഞാൻ 1.5 വർഷം മുന്നേ വിറ്റൊരു പ്രൊഡക്റ്റായിരുന്നു ഈ പ്രൊഡക്റ്റ്. അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ വന്നു. ബ്ലഡ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ചിലവ് എത്രമാത്രം വർദ്ധിക്കുമെന്ന്. തുടർ ചികിത്സകളാണ്, ഒരുപാട് മാസങ്ങളോളം നീണ്ടുന്ന ചികിത്സകളാണ്. ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു ചികിത്സയാണ് ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ ചികിത്സയുടെ ഭാഗമായി 1ാം ഘട്ടം 2ാം ഘട്ടം എന്നുള്ള എനിക്ക് പൈസ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് മജ്ജമാറ്റിക്കൽ ശസ്ത്രക്രിയയാണ് വേണ്ടത്. അമൃത ഹോസ്പിറ്റൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ മറ്റോ വലിയൊരു ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് നടത്താനാണ് കുടുംബങ്ങളെല്ലാം ആലോചിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 60 ലക്ഷം 70 ലക്ഷം രൂപ വരുന്ന ചിലവുള്ള ഒരു സംഭവമാണത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 60 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് സാധിക്കും? ഒരു പ്രദേശത്ത്, ഒരു പഞ്ചായത്ത് എത്ര പേർക്ക് നമുക്ക് 60 ലക്ഷം 80 ലക്ഷം രൂപ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും? നമ്മളൊക്കെ തെറ്റിദ്ധരിക്കുന്നതിന് ഞങ്ങളുടെ പൈസ കൊണ്ട് നമുക്ക് ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് ധരിച്ചു വെക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ല ധരിക്കേണ്ടത്. ഇന്നത്തെ മാരകമായ രോഗങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്താൻ നമുക്ക് സാമ്പത്തികം വലിയ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പം നിങ്ങളൊരു 1000 രൂപ മാറ്റിവെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് 1 കോടി രൂപയുടെ കവറേജ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ല. കാരണം എൻ്റെ അനുഭവം കൊണ്ടാണ്, ഞാൻ ആളെ പേര് ഇവിടെ പറയുന്നില്ല, എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് പൈസ കിട്ടി, ഇനിയും തുടർ ചികിത്സക്കുള്ള പൈസ നമ്മൾ കൊടുക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ പലരും മുഖത്തിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഞങ്ങൾ പലരുടെയും സംസാരിക്കുന്ന സമയത്ത് പണമില്ലാത്തതുകൊണ്ടാണ് ചില ആൾ പറയുക, പിന്നെ ആകാവുന്നവർ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ മറ്റു പല ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പൈസ മാറ്റിവെക്കും, പിന്നെ എടുക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റും എത്ര പൈസ കൊടുത്താലും കിട്ടില്ല. അപ്പം അതുകൊണ്ട് 2025 ഈ അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങളൊരു തീരുമാനം എടുത്തു വെക്കണം. ഇൻഷുറൻസ് മേഖലയെ എടുക്കാത്തവർ, കാരണം നമുക്ക് പലരും ഞാൻ ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, 2 ലക്ഷത്തിനുണ്ട്, 5 ലക്ഷത്തിനുണ്ട്, അല്ലെങ്കിൽ പറയും 10 ലക്ഷത്തിനുണ്ട് എന്നൊക്കെ പറയാം. നിങ്ങൾ വെറുതെ ഒന്ന് കണ്ണൂർ മിംസ് ഹോസ്പിറ്റലോ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലോ കോഴിക്കോട് ഹോസ്പിറ്റലിലോ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വെറുതെ ഒന്ന് അവിടെയായിട്ട് ബന്ധപ്പെട്ടാൽ മനസ്സിലാകും. ഇന്ന് 25 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, 1 കോടി രൂപയെല്ലാം ചികിത്സക്ക് പലതും വരുന്നത്.
2000 ചികിത്സയല്ല ഇപ്പോൾ കിട്ടുന്നത്. റോബോട്ടിക് സർജറിയുടെ ചികിത്സ നടത്തുന്ന മിനിമം 15 ലക്ഷം രൂപ വേണം. 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണ് ചെലവ് വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയും കാര്യങ്ങളും വരുന്നതാണ്. അപ്പം നമ്മൾ സമ്പാദിച്ചു വെച്ചില്ല 10, 20, 25 കൊല്ലം നമ്മൾ സമ്പാദിച്ചു വെച്ച പൈസയാണ് നമ്മൾ ഹോസ്പിറ്റലുകാർ ഒന്നിച്ച് കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലുകാർ കാരണം ഈ മേഖല ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്, മനസ്സിലായല്ലോ. ഇപ്പം നമുക്കറിയാം നമ്മുടെ പ്രദേശത്തായിക്കോട്ടെ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ, വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി പല പല പേരും പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലാഭകരമായ ഒരു സംഭവമാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സംഭവം. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മേഖലയാണ് ഈ മേഖല. കാരണം ആളുകൾക്കറിയാം, എല്ലാവർക്കും പഴയ പോലെ ഒന്നുമില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ 70 വയസ്സ് കഴിഞ്ഞാൽ 80 വയസ്സ് കഴിഞ്ഞാൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ചെറുപ്പക്കാരനായി ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചികിത്സ നടത്തിയേ പറ്റൂ എന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമ്പാദിച്ചു വെച്ച പൈസ നമ്മുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായി വേണം. അല്ലെങ്കിൽ മറ്റൊരാളെ മുന്നിൽ കൈ നീടാൻ നമുക്ക് സാധിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പല പല പ്രൊഡക്റ്റുകളും ഇന്ന് ഇന്ത്യയിൽ വിൽപ്പനയുണ്ട്. പക്ഷെ നമ്മൾക്കറിയില്ല. അപ്പം നമ്മൾക്കറിയാത്ത കാര്യത്തെ പറ്റിയാണ് പലരും കുറച്ച് കാര്യങ്ങൾ, ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷെ എല്ലാ കാര്യവും എനിക്ക് പൂർണ്ണമായി അറിയണമെന്ന് എനിക്ക് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാൻ ബാക്കിയുണ്ട്. ചെറിയ ചെറിയ പൈസകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന കവറേജുകൾ കിട്ടുന്ന സാധനങ്ങളുണ്ട്. പല കാര്യങ്ങളും ഇതിലും അറിയാൻ പറ്റും, ഇൻഷുറൻസ് മേഖലയിൽ പറയാൻ പറ്റും. പക്ഷെ ഞങ്ങളൊന്നും പല ആളുകൾക്കും കേൾക്കാൻ താല്പര്യമില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ്. സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് തോന്നുന്നത് പല ഇൻഷുറൻസ് കാര്യം പറയുന്ന സമയത്ത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം വെച്ചാൽ പറ്റുമെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം എന്ന് വെച്ചാൽ നാളെ വരെ നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഷുറൻസ്, മതിയായ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായി ജീവിക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുക, 1 കോടിയുടെ ഇൻഷുറൻസ് കവറേജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ധൈര്യമായിട്ട്, സമ്പാദ്യം ഇല്ലെങ്കിലും നമുക്ക് ധൈര്യമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇൻഷുറൻസ് മേഖല, ഹെൽത്ത് ഇൻഷുറൻസ് അത്രമാത്രം ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. എന്നെ ആർക്കെങ്കിലും ബന്ധപ്പെടണമെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ നോട്ട് ചെയ്യാം. എൻ്റെ നമ്പർ വരുന്നത് 94 47 373 383 ആണ്. ഞാൻ കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ ഇടാം. എനിക്ക് പാനൂർ മേഖലയിലും എനിക്ക് 5 ഓഫീസുണ്ട്, 9 സ്റ്റാഫ് ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. പാനൂര്, പാറാട്ട്, കൂത്തുപറമ്പ്, തലശ്ശേരി, ചൊക്ലി 5 ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ ഓഫീസ് ഇടാനുള്ള കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിലയിൽ നല്ല സർവീസും നല്ല മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഓഫീസുകൾ നടത്തുന്നത്. കണ്ണൂർ ജില്ലയിൽ തന്നെ ലീഡിംഗ് ഒരു ഏജന്റാണ് ഞാൻ, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ കസ്റ്റമർക്ക് മാക്സിമം സപ്പോർട്ടും മാക്സിമം സർവീസും എനിക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇനി ഭാവിയിൽ കാണാൻ പറ്റുന്ന ആളുകളും പറ്റുമെങ്കിൽ ഈ ലൈവ് വീഡിയോ ഷെയർ ചെയ്യണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കേണ്ടത്. ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ, താങ്ക് യു.